കെ പി നൗഷാദ് അലി അതായത് ജയറാം രമേശിന്റെ ട്വീറ്റിൽ പറയുന്നത് എന്താണ് ദ പാർട്ടി ലീഡർഷിപ്പ് ടേക്സ് എ ഡിസിഷൻ ആഫ്റ്റർ മച്ച് ഡിസ്കഷൻ ആൻഡ് ആസ് പാർട്ട് ഓഫ് എ ലാർജർ സ്ട്രാറ്റജി ദ സിംഗിൾ ഡിസിഷൻ ഹാസ് ബിഫോർഡിൽ ദ BJP സപ്പോർട്ടേഴ്സ് ആൻഡ് സൈക്കോഫാൻസ് ദ BJP സെൽഫ് പ്രൊക്ലൈംഡ് ചാണക്യ ഹ്യൂസ് ടു ടോക്ക് അബൌട്ട് പരമ്പരാഗത സീറ്റ് ഇസ് നൗ നോട്ട് ഷുവർ ഹൗ ടു റെസ്പോണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്തുകൊണ്ട് അമേഠിയിൽ മത്സരിക്കുന്നില്ല എന്നുള്ളത് ന്യായീകരണങ്ങൾ നിരത്തുകയാണ്. എന്തോ ദീർഘനാളത്തെ ആലോചനയിൽ ദീർഘനാളത്തെ എന്തോ തന്ത്രപരമായ ചെസ് മൂവ് എന്നൊക്കെ ജയറാം രമേശ് പറയുകയാണ്. എന്ത് സ്ട്രാറ്റജി, എന്ത് ചെസ് മൂവ് കെ പി നൗഷാദ് അലി? ഹാഷ്മി, ഇവിടെ ഈ റായ്ബറേലി ആയാലും അമേഠി ആയാലും ഒക്കെ കോൺഗ്രസിനും നെഹ്റു കുടുംബത്തിനൊക്കെ വൈകാരികമായ അടുപ്പമുള്ള കടപ്പാടുള്ള ബന്ധങ്ങളുള്ള മണ്ഡലങ്ങളാണ്. റായ്ബറേലിയിൽ ഫിറോസ് ഗാന്ധി മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്, സോണിയാഗാന്ധി തൊട്ട് ഇന്ദിരാഗാന്ധി ദീർഘനാൾ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വലിയ ബന്ധങ്ങളുള്ള ഒരു മണ്ഡലമാണ് അവിടെ. തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി ഇത്തവണ സോണിയാഗാന്ധി അവിടെ മത്സരിക്കാത്ത സാഹചര്യത്തിൽ റായ്ബറേലിയിൽ മത്സരിക്കുന്നു. എന്താ അതിനൊക്കെ ഇത്ര വലിയ എന്ത് പ്രത്യേകതയാണ്, അല്ലെങ്കിൽ എന്തൊരു ആശ്ചര്യജനകമായ എന്താണ് അവിടെ ഉള്ളത് എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഇവിടെ അമേഠി ആയാലും റായ്ബറേലി ആയാലും രണ്ട് കണ്ണുകൾ പോലെയാണ്. അവിടെ ഒരിടത്ത് മത്സരിക്കുന്നു, അത്രയേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്ത് ഇതിനകത്ത് നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ രാഷ്ട്രീയം അതിനകത്തില്ല. പിന്നെ മറ്റൊരു കാര്യം, ഇങ്ങനെ സ്മൃതി ഇറാനിയെ അങ്ങനെ രാഹുൽ ഗാന്ധി തന്നെ തോൽപ്പിക്കണ്ട. ഞങ്ങൾ പറഞ്ഞേക്കുന്ന ഒരു സ്ഥാനാർത്ഥി പ്രതിനിധിയുടെ മുമ്പിൽ അവർ തോൽക്കുന്നത് നമുക്ക് കാണാം. ഇന്നിപ്പോൾ യോഗേന്ദ്ര യാദവിൻ്റെയൊക്കെ വലിയ രാഷ്ട്രീയ നിരീക്ഷണം നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. UP 50 സീറ്റ് പോലും BJP തേക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഖിലേഷ് സിംഗ് UP യുടെ മുഖ്യമന്ത്രി ആവില്ല എന്ന് നിരീക്ഷിച്ച ആളാണ് യോഗേന്ദ്ര യാദവ്. ഇതിൻ്റെയൊക്കെ ചിത്രവും സാഹചര്യമൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഹാഷ്മി. ഇവിടെ കെ പി നൗഷാദ് അലി, അമേഠി എന്ന് പറയുന്ന നിങ്ങളുടെ പരമ്പരാഗത സീറ്റ് നിങ്ങൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞ തവണ. അതിനു മുമ്പ് സ്മൃതി ഇറാനി ആദ്യമായി അമേഠിയിലേക്ക് മത്സരിക്കാൻ എത്തുമ്പോൾ പ്രിയങ്ക ഗാന്ധിയോട് ചോദിക്കുമ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ മറു ചോദ്യം ഹു ഈസ് സ്മൃതി ഇറാനി എന്നുള്ളതാണ്. ആരാണ് എന്താണ് കേൾക്കാത്ത ആളാണല്ലോ എന്ന ചോദ്യത്തിൽ നിന്ന് സ്മൃതി ഇറാനി ആ മണ്ഡലം പിടിച്ചു. അത് കൈവിട്ടുപോയി. അത് തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തനമല്ലേ? അത് തിരിച്ചു പിടിക്കുക എന്നുള്ളത് നേർക്കുനേർ പോരാട്ടം ഞാൻ തയ്യാറാണ് എന്നുള്ള സന്ദേശമല്ലേ? അവിടെ തന്നെയല്ലേ മത്സരിക്കേണ്ടത് രാഹുൽ ഗാന്ധി? അതല്ലേ ഒരു നേതാവിന് ചേർന്ന ഇച്ഛാശക്തി, വിൽ പവർ? കെ പി നൗഷാദ് അലി, ഇവിടെ 1977 തെരഞ്ഞെടുപ്പിൽ രാജ്മോഹനോട് ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടിട്ടുണ്ട് റായ്ബറേലിയിൽ. ഈ റായ്ബറേലിയിലും പരാജയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ ഈ രണ്ട് സീറ്റിനെയും വേർതിരിച്ച് കണ്ട് ഇന്നയിടത്ത് തന്നെ മത്സരിക്കണമെന്നും ഇന്നയിടത്ത് മത്സരിക്കാത്തത് ഇന്ന കാരണങ്ങൾ കൊണ്ടാണെന്നൊക്കെ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് വ്യാഖ്യാനിക്കാനും പറയാനും ഒക്കെയുള്ള അവസരവും സ്വാതന്ത്ര്യം കൊണ്ട് അതിനകത്തൊന്നും ഞാൻ ഇടപെടുന്നില്ല. പക്ഷേ ഇതിനകത്ത് പ്രത്യേകിച്ച് ആശ്ചര്യത്തിനുള്ള ഒരു തരത്തിലുള്ള വസ്തുതകളും അതിനകത്തില്ല. ഈ റായ്ബറേലി സോണിയാഗാന്ധി മത്സരിക്കാതെ മാറി നിൽക്കുന്ന ഒരു രാജ്യസഭാംഗമായി ആ സീറ്റിൽ തീർച്ചയായിട്ടും വളരെ ഗൗരവപൂർണമായ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിന് കോൺഗ്രസ് പാർട്ടിക്കും പ്രത്യേകിച്ച് നെഹ്റു കുടുംബത്തിനൊക്കെ ഒരു ബാധ്യതയുണ്ട്. അതവർ നിറവേറ്റി എന്നുള്ളത് മാത്രമാണ്. പിന്നെ ഇവിടെ നേരത്തെ ഈ കുടുംബത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ കൈവശം വെക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ശ്രീപത്മനാഭൻ ഇവിടെ പറയുകയുണ്ടായി. ഇത് വെറും ഒരു കുടുംബമൊന്നുമല്ല. ഈ രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതക്കൊക്കെ വേണ്ടിയിട്ട് രണ്ട് ആത്മാക്കളെ ബലി കൊടുത്തൊരു കുടുംബമാണ്. അങ്ങനെ നിങ്ങൾ സാധാരണ നിങ്ങളുടെ പരിവാറുമായിട്ട് പിന്നെ ഇതിനെ ബന്ധപ്പെടുത്തേണ്ടതില്ല. അപ്പോൾ അതൊക്കെ ജനങ്ങൾക്ക് അതിൻ്റെ ഒരു വൈകാരികമായ ഒരു താതാത്മ്യമൊക്കെ ആ കുടുംബത്തോടും ആളുകളോടൊക്കെ ഉണ്ടാവും. അതൊക്കെ പ്രകടിപ്പിക്കും. പ്രത്യേകിച്ച് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ ജനാധിപത്യവും മതേതരമൊക്കെ നിലനിർത്താനുള്ളൊരു പോരാട്ടത്തിൽ വളരെ കേന്ദ്ര ബിന്ദുക്കളാണ് അവർ. അപ്പോൾ തീർച്ചയായിട്ടും ആ അനുഭാവം രാജ്യം മുഴുവൻ അവരോടുണ്ടാകും. അതിനകത്തൊന്നും മറ്റു തരത്തിലുള്ള അസൂയപ്പെടലൊക്കെ നിങ്ങൾക്ക് നടത്താമെന്നല്ലാതെ അതിനകത്തൊന്നും വസ്തുതകളില്ല. പിന്നെ ഇവിടെ വയനാട്ടിൽ മത്സരിക്കാൻ വന്നപ്പോൾ ഉത്തരേന്ത്യ വിട്ട് വയനാട്ടിലേക്ക് ഓടി വന്നു. വയനാട്ട് പാകിസ്ഥാനാണ്, വയനാട് മുസ്ലിങ്ങൾ കേന്ദ്രീകരിച്ച സ്ഥലമാണ്, അവിടെ പറക്കുന്നത് പാകിസ്ഥാൻ്റെ കൊടിയാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ പരിഹാസങ്ങളായിരുന്നു. ഇപ്പം വയനാട്ടിൽ മത്സരിച്ചു. അതേപോലെ തന്നെ ഉത്തരേന്ത്യയിലൊരു മണ്ഡലത്തിലും കൂടി മത്സരിക്കാൻ കഴിഞ്ഞ കാലങ്ങളിൽ ഉള്ളതുപോലൊരു തീരുമാനം കോൺഗ്രസും രാഹുൽ ഗാന്ധി എടുക്കുന്നു. അപ്പോൾ പറയുന്നു ഇവിടെ മത്സരിച്ചില്ല അവിടെ മത്സരിച്ചു എന്ന്. അപ്പം ഇത്തരത്തിൽ എവിടെയും ഒരു വിമർശനം എന്നുള്ളത് സ്ഥായിയായിട്ട് ഇവരുടെ പക്കൽ നിന്നൊക്കെ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. അതിന് ഓരോരോ കാരണങ്ങൾ കണ്ടെത്തുകയാണ്. ഇപ്പം കണ്ടെത്തിയ കാരണം തീർത്തും ബാലിശമാണ്. നമുക്ക് ചിരി വരും. നിങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി 1957 വാജ്പേയി 3 മണ്ഡലത്തിൽ മത്സരിച്ചിട്ടുണ്ട്. 67-ലും 91-ലൊക്കെ 2 മണ്ഡലത്തിൽ മത്സരിച്ചിട്ടുണ്ട്. 1971 BJDയുടെ അല്ലെങ്കിൽ ബിജു ജനതാദളിൻ്റെ ബിജു പട്നായിക്ക് 4 അസംബ്ലി മണ്ഡലത്തിലും 1 പാർലമെന്റ് മണ്ഡലത്തിലും ഒരേ സമയം മത്സരിച്ചിട്ടുണ്ട്. LK അദ്വാനി മത്സരിച്ചിട്ടുണ്ട്. 2014 നരേന്ദ്രമോദി മത്സരിച്ച് നിങ്ങൾ പറഞ്ഞു. ഇന്ദിരാഗാന്ധി മത്സരിച്ചിട്ടുണ്ട്. K കരുണാകരൻ മാളയിലും നേമത്തും കേരളത്തിൽ മത്സരിച്ചിട്ടുണ്ട്. അങ്ങനെ നിയമസഭയിലും ലോക്സഭയിലും ഒക്കെ ആയിട്ട്
ഇത്തരത്തിലുള്ള മത്സരങ്ങൾ സ്വാഭാവികമാണ്. 996 നിയമം മൂലം 2-ലധികം സ്ഥലത്ത് മത്സരിക്കാൻ പാടില്ല എന്നൊരു ആക്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് 2 സ്ഥലത്തെ മത്സരിക്കാൻ കഴിയുകയുള്ളൂ. എന്താ ഇവർ ആന്ധ്രാപ്രദേശിലൊന്ന് പോയി നരേന്ദ്രമോദി മത്സരിക്കട്ടെ. 84-ൽ ഇവർക്ക് ആകെ 2 സീറ്റ് കിട്ടിയ കാലത്ത് 1 സീറ്റ് ജയിച്ചത് ആന്ധ്രാപ്രദേശിൽ നിന്നായിരുന്നു. നരേന്ദ്രമോദിക്ക് ധൈര്യമുണ്ടോ? ഡെക്കാൻ പീഠഭൂമിക്ക് തെക്കോട്ട് വന്ന് ഇവിടെ നിന്നെങ്കിലും മത്സരിക്കാൻ ഇവരാരെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ആ ധൈര്യം കാണിക്കുന്നുണ്ടോ? നരേന്ദ്രമോദി പോട്ടെ, അമിത്ഷാ വന്ന് മത്സരിക്കട്ടെ, JP നഡ്ഡ വന്ന് മത്സരിക്കട്ടെ, അവരുടെ ഏതെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കൾ വന്ന് മത്സരിക്കട്ടെ. ഇവരെവിടെയും മത്സരിക്കില്ല. നെഹ്റു കുടുംബവും കോൺഗ്രസ് പാർട്ടിയും ഒക്കെ രാജ്യത്തിന്റെ ഏതു ഭാഗത്തും മത്സരിക്കും. UP-യിലും മത്സരിക്കും, കേരളത്തിലും മത്സരിക്കും, കർണാടകയിലും മത്സരിക്കും, ആന്ധ്രയിലും മത്സരിക്കും, ഡൽഹിയിലൊക്കെ മത്സരിക്കും. അത് ഞങ്ങളുടെ രാഷ്ട്രീയപരമായ ഞങ്ങളുടെ ഒരു ഇച്ഛാശക്തിയും ജനങ്ങളിലുള്ള വിശ്വാസവുമാണ്. അത് ഇത്തവണയും ഉണ്ട്. രാഹുൽ ഗാന്ധി 2 ശരി, ഞാൻ താങ്ക് യു. പിന്നെ ആ ചോദ്യം ഞാൻ BJP ചോദിക്കാം.